ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് ആൻഡ് ട്രാവൽ. ഏവർക്കും ഡ്രഗ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നാം മുമ്പ് അനവധി തവണ ചെയ്തു പോലുള്ള വീഡിയോസിൻ്റെ ഒരു റിപ്പീറ്റ് മാത്രമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനലിനകത്ത് നിയോ ഹെയർ ലോഷനുമായി ബന്ധപ്പെട്ട് ഏകദേശം 10-15 വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകൾ ആർക്കെങ്കിലും പുതിയ ആൾക്കാർക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റിനകത്ത് ഹെയർ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് അനവധി മറ്റു വീഡിയോസുകളുണ്ട്. മുടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനവധി മറ്റു വീഡിയോസുകൾ ലഭ്യമാണ്. ഇന്ന് വീഡിയോസിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചാനലിനകത്ത് അനവധി വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു വീഡിയോ ആയിരുന്നു നിയോ ഹെയർ ലോഷൻ്റെ ദോഷഫലങ്ങൾ. എന്താണ് നിയോ ഹെയർ ലോഷൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ? ഞാൻ മുമ്പ് അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു സിവിയറായിട്ടുള്ള സ്കാൽപ്പ് ഇറിറ്റേഷൻ, അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡെർമാ റോളറെല്ലാം ഉപയോഗിച്ച് നമ്മൾ നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കുമ്പോൾ സ്കാൽപ്പിന് മുകളിൽ, അതായത് നമ്മുടെ തലയോട്ടിക്ക് മുകളിൽ മൈൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ള, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഡെർമാ റോളറെല്ലാം ഉപയോഗിച്ച് അവിടെ മുറിവ് അല്ലെങ്കിൽ അവിടെ ഒരു ഇറിറ്റേഷൻ വരുമ്പോൾ, സ്കിന്ന് ഓൾറെഡി വൂണ്ടായി മാറുമ്പോൾ, അല്ലെങ്കിൽ അവിടെ പീലായത് സ്കിന്നെ അടർന്നു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ മറ്റ് ഇൻഫെക്ഷനുകളെല്ലാം വന്ന് ഒരു സ്വാഭാവികമായിട്ടും അവിടെ ഡാൻഡ്രഫ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല, പല ആളുകളും പറയാറുണ്ട് സ്കാൽപ്പിൻ്റെ കളർ മാറി കറുത്ത കളറായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കറുത്ത കളർ വരാൻ കാരണം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കളയാത്തത് കൊണ്ടാണ്. ഏതും നല്ല രീതിയിലുള്ള മൈൽഡായിട്ടുള്ള ഷാമ്പു എല്ലാം ഉപയോഗിച്ച് കഴുകി കളയാം. ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് രീതിയിലുള്ള ഷാമ്പു ആണ് നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഇനി ഇതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റൊരു സൈഡ് എഫക്റ്റാണ് ചെസ്റ്റ് പെയിൻ, ഇറഗുലർ ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ ഹെഡ് ഏക്ക്, ഡിസ്നെസ്, കൺഫ്യൂഷൻ, പിന്നെ ഫ്ലഷിങ്. അങ്ങനെ അനവധി സൈഡ് എഫക്റ്റുകൾ ഞാൻ മുമ്പ് പറഞ്ഞു പോയി, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. കാരണം അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുക്കാം. പക്ഷേ ഇന്ന് ഇവിടെ കോമൺ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കുമ്പോൾ മറ്റു അനവധി വ്യക്തികൾ കമൻ്റായിട്ട് പറഞ്ഞുള്ളൊരു കാര്യമാണ് ഇൻസോമിനിയ എന്നുള്ളൊരു അസുഖം. ഇൻസോമിനിയ എന്നുള്ളൊരു അസുഖമല്ല, അല്ലെങ്കിൽ അതൊരു അസുഖമായി നമുക്ക് ഗണത്തിൽ ഉൾപ്പെടുത്താനും പറ്റില്ല. അതായത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഉറക്കം വരാത്ത ഒരവസ്ഥ, രാത്രിയിൽ അവർക്ക് ഉറക്കം വരുന്നില്ല, ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് എന്നുള്ള പരാതി ഇപ്പോൾ ഒത്തിരി പേരായിട്ട് എൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് പറയുന്നുണ്ട്. അതിനുള്ളൊരു കാരണം ഒരു പക്ഷേ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇതിനകത്ത് അടങ്ങിയുള്ള കണ്ടൻ്റ് ആവാം. ഒരു പക്ഷേ ഇതിനകത്ത് അടങ്ങിയുള്ള എഥനോളോ അല്ലെങ്കിൽ ഈതൽ ഡൈഗ്ലിസറോളോ അല്ലെങ്കിൽ മറ്റു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പക്ഷേ ജിൻസൻ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ സോ പാൽമെറ്റോ ഇതിൻ്റെ രണ്ടിനും എക്സ്ട്രാക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ജിൻസൻ എക്സ്ട്രാക്റ്റ് നമുക്കെല്ലാവർക്കും സ്റ്റിമുലേഷൻ തരുന്ന സംഭവമാണ്, ഒരു എനർജി നൽകുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ സോ പാൽമെറ്റോയും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്ട്രാക്റ്റും നമുക്കൊരു എനർജി, ഒരു ഉത്തേജകം ലഭിക്കുന്നൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത് ഒരുപക്ഷെ ഈ മെഡിസിൻ എല്ലാം സെൻട്രൽ നെർവസിനെ, അതായത് CNS എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമായത് കാരണത്താൽ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ രാത്രിയിൽ കോഫി എല്ലാം കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ റെഡ് ബുൾ കഴിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, രാത്രി കാലത്ത് റെഡ് ബുള്ളോ അല്ലെങ്കിൽ കോഫിയോ അല്ലെങ്കിൽ കാവമായിട്ടുള്ള സംഭവങ്ങളെല്ലാം കുടിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉറക്കം വരാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ മറ്റു പാനഡോൾ എക്സ്ട്രാ പോലുള്ള മെഡിസിൻ കഴിക്കുമ്പോൾ ഇതിനകത്തെല്ലാം കഫിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. ഇതെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ഉറക്കം ലഭ്യമാവാറില്ല. കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കഫീൻ ഈ സംഭവം CNS സ്റ്റിമുലേഷനാണ്, നമ്മുടെ സെൻട്രൽ നെർവസ് ഉത്തേജകം നൽകും. അത് കാരണത്തിൽ നമുക്ക് രാത്രിയിൽ ഉറക്കം വരില്ല, ഒരു ഇൻസോമിയ എന്നുള്ള സംഭവം തന്നെ വരും. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, രാത്രിയിൽ 8 മണിക്കൂർ ഒരു സാധാരണ ഒരു പുരുഷന്, ഒരു മനുഷ്യന് തീർച്ചയായിട്ടും ഉറങ്ങണം മിനിമം. സോ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ നിയോ ഹെയർ ലോഷൻ ഉപയോഗിച്ച് ഉറക്കം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു ദോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കുന്നത് നിർത്തുക, ഇല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ ശേഷം നിയോ ഹെയർ ലോഷൻ അപ്ലൈ ചെയ്യുക. 12 മണിക്കൂറിന് ശേഷം, അതായത് ഈവനിങ് ആകുമ്പോൾ ഇത് കഴുകി കളയുക. അല്ല, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ നമുക്ക് ഡേ ടൈമിൽ മാത്രം ഉപയോഗിക്കുക, രാത്രി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. കാരണം നമ്മൾ ഡെർമാ റോളറെല്ലാം ഉപയോഗിച്ച് നിയോ ഹെയർ ലോഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിനകത്തോട്ട് നല്ല രീതിയിൽ അബ്സോർബായി പോകും. അത് നമ്മുടെ CNS എഫക്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്ക് ഉറക്കം ലഭിക്കില്ല. CNS സ്റ്റിമുലേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറക്കം ലഭിക്കില്ല. അപ്പോൾ അങ്ങനെ നാഡിഞരമ്പുകളെ തളർത്താതെ അതിന് നാഡിഞരമ്പുകൾ ഉത്തേജകം കൊടുക്കും. അതാണ് CNS സ്റ്റിമുലേഷൻ നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ നാഡിഞരമ്പുകൾക്ക് സെൻട്രൽ നെർവസിന് ഉത്തേജകം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉറക്കം ലഭിക്കില്ല. അവിടെ ഒരു തളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോർമലായിട്ട് സഡേഷൻ അല്ലെങ്കിൽ ഉറക്കത്തിലോട്ട് വഴുതി വീഴുന്നൊരു സാഹചര്യം വരികയുള്ളൂ. സോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഒത്തിരി പേര് കമൻ്റായിട്ട് പറയുന്നുണ്ട്, നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഉറക്കം കിട്ടാറില്ല എന്നുള്ളത്. എൻ്റെ വീഡിയോസിനകത്ത് പലരും പല രീതിയിൽ കമൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ അവർ തീർച്ചയായിട്ടും ഡേ ടൈമിൽ ഉപയോഗിക്കുക, രാത്രി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. താങ്ക് യു.